കഴിഞ്ഞ മാസം 12-ാം തീയതി സോന പോയി ഉടമ്പടി എടുത്ത് കൃപാസനത്തിൽ. ഈ മാസം ഞാനും സ്നേഹയും കൂടി പോയായിരുന്നു. സ്നേഹയും ഞാനും കൂടി പോയിട്ട് വന്ന് പിറ്റേ ദിവസം അവിടുന്ന് മാതാവിൻ്റെ മുല്ലപ്പൂമാല കൊണ്ടുവന്ന് മാതാവിനെ അണിയിച്ചായിരുന്നു ഞങ്ങൾ. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അന്ന് രാത്രി വെളുപ്പിന് തന്നെ മോള് ഉടമ്പടി എടുത്ത മോള് പ്രാർത്ഥന ഇല്ലപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇല്ലപ്പോൾ മാതാവിൻ്റെ ആ മുല്ലപ്പൂ മാലയിൽ നിന്ന് ഒരു മുല്ലമുട്ട് വിരിയണ പോലെ ഒക്കെ തോന്നി. അത് ചുരുങ്ങി എന്നിട്ട് അടുത്തുള്ള 2 പൂവുകൾ ഇങ്ങനെ ആടി കാണിച്ചു. അപ്പോൾ മോൾക്ക് സംശയം തോന്നിയിട്ട് മോൾ അപ്പുറത്തെ മുറിയിൽ പോയി നോക്കിയപ്പോൾ വീണ്ടും അങ്ങനെ തന്നെ മാതാവ് ഒരു പ്രാവശ്യം കൂടി കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, മാതാവേ എല്ലായിടത്തും മാതാവ് ഇങ്ങനെ അതിശയങ്ങൾ കാണിക്കേണ്ടല്ലോ ഉടമ്പടി തിരിയിലൂടെ, ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാണിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ആ സെക്കൻഡിൽ മോളിൽ ലൈറ്റർ കത്തിച്ച് മാതാവിൻ്റെ തിരി കത്തിക്കണ ആ സെക്കൻഡിൽ മാതാവിൻ്റെ തിരി അങ്ങോട്ട് ആ നാളം ഉയർന്നിട്ട് അതിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന പ്രത്യക്ഷീകരണ മാതാവിന് ഫ്രണ്ടിൽ നിൽക്കണ മാതാവ്, ആ മാല അണിയിക്കണ മാതാവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ഞാൻ പിള്ളേരോട് പറഞ്ഞു, മക്കളോട് പറഞ്ഞു, എടി മാതാവ് വന്നിരിക്കണം, മാതാവ് നിങ്ങൾ കണ്ടു. അവർ ഓടി വന്നപ്പോൾ അവർക്കും കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒച്ചിൽ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാതാവ് മറ്റേ ഗേറ്റ് ഇട്ട് പൂട്ടിയേക്കണ മാതാവിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ തിരിയിട്ട് നാളൊന്ന് ചെറുതായിട്ട് പ്രത്യക്ഷീകരണം മാതാവിനെ പിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ കാണാൻ പറ്റി. അതിനുശേഷം ആ തിരി ചെറുതായിട്ട് സാധാരണ പോലെ ആയിട്ട് ഞങ്ങളുടെ ഈ തിരിയുടെ മുകളിൽ മാതാവിൻ്റെ രൂപക്കൂടിൽ മാതാവ് ഇരിക്കണത് ഈ മാല ഇട്ടേക്കുന്ന രൂപം തന്നെയാണത്. ആ രൂപത്തിലേക്ക് മാതാവിൻ്റെ ഞാൻ നോക്കുമ്പോൾ മാതാവിൻ്റെ കണ്ണിലേക്ക് ഈ മറ്റേ പ്രത്യക്ഷീകരണ മാതാവിൻ്റെ സിൽവർ കളർ ഇങ്ങനെ കണ്ണിൽ തുടങ്ങി ഇങ്ങനെ വന്ന് പിന്നെ മൂക്ക് ഭാഗത്തൊക്കെ ആയിട്ട് മൊത്തം ഇങ്ങനെ വെട്ടിത്തിളങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് മാതാവിൻ്റെ അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ മാതാവ് തിരിയിൽ നിന്ന് മാതാവിലേക്കാണ് പിന്നെ തിരിയിൽ നിന്ന് മാതാവ് കൃപാസന മാതാവ് ഇരിക്കണമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് കോടാനുകൂടി നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതിനുശേഷം വീണ്ടും ശനിയാഴ്ച ഞങ്ങൾക്ക് മാതാവിൻ്റെ അടയാളങ്ങൾ കാണിച്ചു തന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ മാതാവ് ഇത്രയൊക്കെ കാണിച്ചെന്നില്ലേ ഞങ്ങളോടൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് വെച്ചപ്പോൾ അതിന് മാതാവ് ഞങ്ങൾക്ക് അടയാളങ്ങൾ കാണിച്ചു തന്നു. അത് ഒരു മാതാവിനും ഈശോയ്ക്കും ഔസേപിതാവിനും ഉണ്ണീശോയ്ക്കും സകല ദൈവങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങൾ സാക്ഷി പറഞ്ഞ് ഞങ്ങൾ മഹത്വപ്പെടുത്താണ് ഈശോയും മാതാവിനെയും ഔസേപിതാവിനെയും എല്ലാം. 1000 നന്ദി. അതെയല്ലേ. ഉള്ളിനുള്ളിലുണ്ടേറെ നൊമ്പരങ്ങൾ നാഥ, കേട്ടിടുവാൻ നീ മാത്രമുള്ളൂ. ഏറെ നാളായി മനസ്സിൻ്റെ കോണിൽ മായാതെ നീറിടും വേദനകൾ വന്നിരു കേൾക്കുവാനാ എന്നേശുവേ. ഉള്ളിനുള്ളിലുണ്ടേറെ നൊമ്പരങ്ങൾ പരീക്ഷയ്ക്ക് പാസ്സാക്കി കൊടുത്തേക്കണേ അമ്മ മാതാവേ. അമ്മേ 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 അമ്മ അനുഗ്രഹിക്കണേ അമ്മേ. അമ്മേ നമ്മുടെ ഭവനത്തിലേക്ക് അമ്മ വന്നല്ലോ. അമ്മേ അമ്മേ അയ്യോ എനിക്ക് പറ്റണില്ല. എന്റെ ഈശോയെ മാതാവിനോട് പ്രാർത്ഥിക്കേ. മാതാവ് ഫോണിലാണ് നിങ്ങള് ഫോണില് നോക്കി. മാതാവ് എവിടെ എവിടെ സോനെ? ഞാൻ കണ്ടു മാതാവ്. അയ്യോ അമ്മേ, നേരിട്ട് അങ്ങനെ തോന്നണല്ലോ. അത്രയും മാതൊരു വീട്ടിലേക്ക് വന്നല്ലോ അമ്മേ. അച്ചു സോനെ.